ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. സംഖ്യാപുസ്തകം 32 അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമി യാത്രയിൽ ഒരു യാത്ര ചെയ്തു പോകുമ്പോൾ 2 ഗോത്രങ്ങൾക്ക് ധാരാളം ആടുമാടുകൾ വർദ്ധിച്ചതായി നമ്മൾ വായിക്കുന്നു. ഇത് രൂബേൻ ഗോത്രത്തിനും ഗാദ് ഗോത്രത്തിനുമാണ്. അപ്പോൾ ഈ ആടുമാടുകൾ ഒരു മരുഭൂമിയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ആവശ്യമായ പുല്ല് എപ്പോഴും ഭക്ഷണം അതിന് ലഭിക്കണമെന്നില്ല. അങ്ങനെ പോയപ്പോഴാണ് യോർദാനിക്കരെ 2 പ്രദേശങ്ങൾ വളരെ പച്ചപ്പുള്ള സ്ഥലമായി അവർ കണ്ടു. ഗിലെയാദ്, യാസേർ എന്ന് പറയുന്ന 2 സ്ഥലം. അവിടെ ആടുമാടുകളെ മേയ്ക്കുവാൻ നല്ല സ്ഥലമാണ്. അപ്പോൾ അവർ മോശയോട് പറഞ്ഞു, ഞങ്ങളിവിടെ അങ്ങ് കൂടാരം അടിക്കട്ടെ, ഞങ്ങളിവിടെ താമസിക്കാം, ഞങ്ങൾക്ക് ധാരാളം ആടുമാടുകളുണ്ടല്ലോ, അവയെ പോറ്റാൻ ഇതാണ് ഏറ്റവും നല്ലത്. കനാനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നതായ ഒരു സമൂഹമാണിതെന്ന് നമ്മൾ ഓർക്കണം. ആ കനാനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുമ്പോൾ ആ യാത്രയിൽ കണ്ടതായ ചില സൗകര്യങ്ങളിൽ സ്ഥിരതാമസമാക്കുവാനുള്ള മനസ്സാഗ്രഹിക്കുകയാണ്. ഇന്ന് പുതിയ നിയമത്തിൽ സ്വർഗീയ കനാനെ ലക്ഷ്യമാക്കി ഈ ഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നവരാണ് ഞാനും നിങ്ങളും. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നെങ്കിലും മറ്റൊരു ലോകത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്നു. നമ്മുടെ വിശ്വാസ പ്രമാണമായി എല്ലാ ദിവസവും നമ്മളത് ഏറ്റു പറയുന്നുമുണ്ട്. മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നവരാണ്. പക്ഷെ നമ്മൾ ആ ലോകത്തെക്കുറിച്ചാണ് നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചതൊക്കെയും. പക്ഷേ നമ്മൾ ഇന്ന് സ്വർഗീയ കനാനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നവരാണെങ്കിലും ഈ ഭൂമിയിലെ ചില ആകർഷകങ്ങൾ നമ്മെ ആ സ്വർഗീയ കനാനെ വിസ്മരിക്കുവാൻ കാരണമായിട്ട് തീരുന്നുണ്ട്. ഈ ഭൂമിയിലെ നമ്മളെ ആകർഷിക്കുന്ന പല കാര്യങ്ങളും പല സൗകര്യങ്ങളും ദൈവരാജ്യത്തെ വിസ്മരിച്ച് ജീവിക്കുവാൻ നമുക്ക് പ്രേരകമായിട്ട് ഭവിക്കുന്നുണ്ട്. അത് പൈശാചികമായ പ്രലോഭനമായും നമ്മളതിനെ കാണേണ്ടതാണ്. ആദിമ ക്രൈസ്തവരെ കുറിച്ച് ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ ആരാധനാക്രമങ്ങൾ അത് പറയുന്നുണ്ട്. നമ്മളെന്താ പാടുന്നത്? ലോകം, താത, സഹോദര, ജാതി, തറവാട് ആകെ ഉപേക്ഷിച്ച് യേശുവിനായി മരിച്ചാൽ മതിയെന്നവർ ആഗ്രഹിച്ചു. കാരണം അവരുടെ ലക്ഷ്യം അടുത്ത ലോകമായിരുന്നു. അതിനെക്കുറിച്ചുള്ള വ്യക്തത അവർക്കുണ്ടായിരുന്നു. ആ ലോകത്തെക്കുറിച്ച് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട സ്വർഗീയ ദർശനത്തിന് വിധേയനായ പൗലോസ് പിന്നെ പറഞ്ഞു, ഞാൻ മരിച്ചു, ക്രിസ്തുവിൽ മറഞ്ഞു, ഇനി എന്നിൽ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവായിരിക്കും. ഈ ഭൂമിയിൽ നിന്ന് വ്യത്യസ്തമായൊരു രാജ്യത്തെക്കുറിച്ചും ഭവനത്തെക്കുറിച്ചും പൗരത്വത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും നമ്മളിന്ന് പലപ്പോഴും ഈ ഭൂമിയിലെ സൗകര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന രീതിയല്ലേ നമ്മുടെ ജീവിതത്തിലുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കണം. അവരിങ്ങനെ പറഞ്ഞപ്പോൾ മോശ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതിൻ്റെ 6-ാം വാക്യം, നിങ്ങളുടെ സഹോദരന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങളിവിടെ ഇരിക്കണമെന്നാണോ ആവശ്യപ്പെടുന്നത്? മറ്റുള്ള രാജ്യങ്ങളെയൊക്കെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തിയാണ് കനാനിലേക്ക് യാത്ര ചെയ്യുന്നത്. അപ്പോൾ യുദ്ധത്തിന് പോകാതെ ഇവിടെ ഇരുന്ന് ഈ സുഖസൗകര്യങ്ങൾ അനുഭവിക്കാനാണോ നിങ്ങൾ വന്നത്? നമ്മളോടും ഇന്ന് പരിശുദ്ധാത്മാവ് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. പിശാചിനോട് യുദ്ധം ചെയ്യേണ്ട നമ്മൾ അതൊക്കെയും ഒഴിവാക്കി ആ പൈശാചിക പ്രലോഭനങ്ങൾക്ക് വിധേയമായി സുഖസൗകര്യങ്ങൾ തേടി ജീവിക്കുമ്പോൾ നിന്റെ ലക്ഷ്യമെന്ത് എന്ന് പരിശുദ്ധാത്മാവ് ഓരോ ദിവസവും നമ്മളോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ ആ ചോദ്യത്തെ അവഗണിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ മാത്രം ആശ്രയം വെച്ച് ജീവിക്കാനുള്ള താല്പര്യമാണ് പലപ്പോഴും വിശ്വാസികളുടെ ഇടയിൽ, നമ്മുടെ ഇടയിൽ ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇവരൊരു കാര്യം പറയുന്നുണ്ട്, ഞങ്ങളുടെ യുദ്ധപ്രാപ്തിയുള്ള പുരുഷന്മാരെ മുന്നിൽ വിടാം, അവർ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തിട്ട് പിന്നെ ഞങ്ങളിവിടെ താമസിച്ചോളാം. ആ കനാൻ സ്വന്തമാക്കിയതിന് ശേഷം ഞങ്ങളിവിടെ താമസിച്ചോട്ടെ. അത് മോശ അത് സമ്മതിച്ചു.
നിങ്ങളുടെ ലക്ഷ്യം ഏതാണ്? കനാൻ സ്വന്തമാക്കിയതിന് ശേഷം നിങ്ങൾക്ക് അത് ഫലഭൂയിഷ്ടമായ സ്ഥലമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് താമസിക്കാം. നമ്മുടെ ഈ മരുഭൂമി യാത്രയിലും മോശ പറഞ്ഞ വാചകങ്ങൾ നമുക്ക് ഒരു വലിയ മാതൃകയും പ്രേരകവും ശക്തിയായിട്ട് തീരേണ്ടതാണ്. സ്വർഗീയ കനാനാണ് നമ്മുടെ ലക്ഷ്യം. ആ കനാനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിന് വിരുദ്ധമായി വരുന്ന എല്ലാ പൈശാചിക പ്രലോഭനങ്ങളെയും പ്രകോപനങ്ങളെയും ദൈവികമായ ശക്തിയെ അതിജീവിക്കാൻ നമുക്കിടയാകണം. അത് നമുക്ക് സാധിക്കുന്നത് പ്രാർത്ഥനയാലും ആരാധനയാലും ആ വലിയ പ്രത്യാശ കൊണ്ടാണ്. നമ്മുടെ ബൈബിൾ വായനയും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ അതിന് നമ്മെ സഹായിക്കണം. അതുകൊണ്ട് നമ്മളൊരു യാത്രയിലായിരിക്കുന്നവരാണെന്നും അതുകൊണ്ട് ഈ ഭൂമിയിലുള്ളതൊക്കെ നമ്മളെ ആകർഷിക്കുമ്പോൾ അതിനേക്കാൾ ഉന്നതമായ സമൃദ്ധിയുള്ള പാലും തേനും ഒഴുകുന്ന ഒരു കനാൻ ദേശം, ദൈവ സാമീപ്യം അനുഭവിക്കുന്ന ഒരു കനാൻ ദേശം നമുക്ക് മുന്നിലുണ്ട്. ആ സ്വർഗീയ കനാൻ. ആ കനാനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുമ്പോൾ ഇതുപോലുള്ള പൈശാചിക പ്രലോഭനങ്ങളിൽ നിന്നൊക്കെ ദൈവമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സംരക്ഷിച്ചു കൊള്ളണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമ്മുടെ മരുഭൂമി യാത്ര നമുക്ക് തുടരാം. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.